മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതരുടെ പുനരധിവാസ പദ്ധതി 31-നകം പൂർത്തിയാക്കണമെന്ന കേന്ദ്ര നിർദ്ദേശം അസാധ്യമാണെന്ന് ഹൈക്കോടതി പറഞ്ഞു. ചൂരൽമലയിലെ ദുരന്തത്തെ ഇതുവരെയും ഒരു ദുരന്തമായി കാണാനുള്ള മാനസിക വളർച്ച പോലും കേന്ദ്രത്തിനുണ്ടായിട്ടില്ല. വയനാട്ടിലെ ജനങ്ങൾക്ക് സ്വത്തും ഭൂമിയും മാത്രം നഷ്ടപ്പെട്ടവരല്ല, കൂടപ്പിറപ്പുകളെയും അമ്മയെയും അച്ഛനെയും കുഞ്ഞു മക്കളെയും ഉൾപ്പെടെ ഓരോ കുടുംബത്തിനും നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടാത്ത ജീവനുകളാണ്. കണ്ടെടുത്തതിലുമേറെ ജീവനുകൾ മണ്ണിനടിയിൽ ഇപ്പോഴും ഉണ്ടെന്ന് കരുതപ്പെടുന്നു. ഒരു നാടിനെ ആകമാനം തുടച്ചു നീക്കിയ ഒരു മഹാദുരന്തത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണന നിഷ്ഠൂരമാണ്. സംസ്ഥാന സർക്കാർ പല പ്രാവശ്യം സമ്മർദ്ദം ചെലുത്തിയപ്പോഴാണ് കേന്ദ്രം തുക അനുവദിച്ചത് തന്നെ. എന്നാൽ അതിന്മേൽ പറഞ്ഞിരുന്ന നിബന്ധനയായ 45 ദിവസത്തിനകം കേന്ദ്ര ഫണ്ട് വിനിയോഗിച്ചു തീർക്കണം എന്നത് അസാധ്യമാണ് എന്നിരിക്കെയാണ് കോടതി വിഷയത്തിൽ ഇടപെടുന്നത്. കേന്ദ്ര വിഹിതമായ 1059 കോടിയുടെ 50% തുക പദ്ധതി നടത്തിപ്പ് ഏജൻസിക്ക് 31-നകം കൈമാറേണ്ടതുണ്ടെങ്കിൽ അക്കാര്യം വ്യക്തമാക്കാനും കോടതി നിർദ്ദേശിച്ചു. കേന്ദ്ര ഫണ്ട് വിനിയോഗിച്ചുള്ള പുനരധിവാസ പ്രവർത്തനം പൂർത്തിയാക്കാൻ 2026 ഫെബ്രുവരി 11 വരെ കേരളം സമയം നീട്ടിച്ചോദിച്ചതിൽ 21-നകം തീരുമാനം അറിയിക്കാനും കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത ഹർജികൾ പരിഗണിക്കുകയായിരുന്നു ജസ്റ്റിസുമാരായ AK ജയശങ്കരൻ നമ്പ്യാർ, S ഈശ്വർ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച്. പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് സമയം നീട്ടി നൽകണമെന്ന കേരളത്തിന്റെ അപേക്ഷ പരിഗണനയിലാണെന്ന് കേന്ദ്രം അറിയിച്ചു. ദുരന്ത ബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതിൽ 3 ആഴ്ചയ്ക്കകം തീരുമാനമുണ്ടാകും. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയുടെ ശുപാർശ കൂടി പരിഗണിക്കണമെന്നും കേന്ദ്രം അറിയിച്ചു. അതുവരെ ജപ്തി നടപടി ഉണ്ടാകില്ലെന്ന് സംസ്ഥാന സർക്കാരും ബാങ്കേഴ്സ് സമിതിയും ഉറപ്പാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. സർക്കാരിന് വേണ്ടി അഡ്വക്കേറ്റ് ജനറൽ K ഗോപാലകൃഷ്ണക്കുറുപ്പ്, സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ CE ഉണ്ണികൃഷ്ണൻ എന്നിവർ ഹാജരായി. പുനരധിവാസ പദ്ധതി 45 ദിവസത്തിനകം പൂർത്തിയാക്കണമെന്ന് എന്തടിസ്ഥാനത്തിലാണ് പറയുന്നതെന്ന് ഹൈക്കോടതി നേരത്തെ കേന്ദ്ര സർക്കാരിനോട് ആരാഞ്ഞിരുന്നു. നിർദ്ദിഷ്ട തീയതിക്കുള്ളിൽ പദ്ധതി പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് നൽകുക അപ്രായോഗികമാണെന്നും ചൂണ്ടിക്കാട്ടി. അപ്രായോഗികമായ ഒരു നിബന്ധന സംസ്ഥാന സർക്കാരിനു മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ കൃത്യസമയത്ത് പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാതെ വരികയാണെങ്കിൽ ഇത് നിയമപ്രകാരം കേന്ദ്രത്തിന് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് മാറ്റാനും നൽകാനുമുള്ള അധികാരമുണ്ട്. പിണറായി സർക്കാരിന്റെ മനഃപൂർവ്വം താറടിച്ചു കാണിക്കാനും പൊതുജനത്തിന് മുന്നിൽ കഴിവുകെട്ട ഒരു ഭരണാധികാരിയായി ചിത്രീകരിക്കാനുമുള്ള മോദി സർക്കാരിന്റെ നിഗൂഢ ലക്ഷ്യങ്ങളാണ് ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നത്. എന്നാൽ കോടതി വിധിയോടുകൂടി ഇപ്പോൾ അതിന് കടിഞ്ഞാൻ വീണു. പുനരധിവാസത്തിന്റെ ഭാഗമായുള്ള 16 പദ്ധതി പൂർത്തിയാക്കൽ 2026 ഫെബ്രുവരി വരെ സമയം അനുവദിക്കണമെന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. മാർച്ച് 31-നകം ഉപയോഗിക്കണമെന്ന വ്യവസ്ഥയോടെ ഫെബ്രുവരി 14-നാണ് ആദ്യ ഗഡുവായി 529.5 കോടിയുടെ വായ്പ കേന്ദ്രം അനുവദിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ കുടില ബുദ്ധിയും രാഷ്ട്രീയ തന്ത്രത്തിനുമെതിരെയുള്ള തിരിച്ചടിയായിരിക്കുകയാണ് ഇപ്പോൾ കോടതിയുടെ വിധി.